ശസ്ത്രക്രിയാ പിഴവുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന അപ്ഡേറ്റ്സുകളിലേക്കാണ് ന്യൂസ് മോർണിംഗ് ആദ്യം പോകുന്നത്. ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജിലെ ശസ്ത്രക്രിയാ പിഴവിൽ മുൻ വകുപ്പ് മേധാവി ഡോക്ടർ ലളിതാംബികയ്ക്കെതിരെ പോലീസ് കേസെടുത്തു. ഉഷ ജോസഫിന്റെ ഭർത്താവ് ജോസഫ് നൽകിയ പരാതിയിലാണ് അമ്പലപ്പുഴ പോലീസ് കേസെടുത്തത്. ശസ്ത്രക്രിയ നടത്തിയ ഡോക്ടർ ഷാഹിദയെ പ്രതി ചേർത്തിട്ടില്ല. ഫൈസൽ അസീസ് വിവരങ്ങൾ നൽകും. ഫൈസൽ, ഇന്നലെയൊക്കെ ആദ്യം ഈ ശസ്ത്രക്രിയ നടത്തിയത് ഡോക്ടർ ലളിതാംബികയാണ് എന്നുള്ള വിവരങ്ങളായിരുന്നു നമുക്ക് ലഭിച്ചിരുന്നത്. പിന്നീടാണ് ഡോക്ടർ ഷാഹിദയാണ് ശസ്ത്രക്രിയ നടത്തിയതെന്നുള്ള കാര്യം വണ്ടാനം മെഡിക്കൽ സൂപ്രണ്ട് തന്നെ വ്യക്തമാക്കുന്നത്. എന്തായാലും ഇതിപ്പോൾ നേരത്തെ നൽകിയ പരാതി അനുസരിച്ചാണോ ലളിതാംബികയ്ക്ക് പേരിൽ മാത്രം കേസെടുത്തിരിക്കുന്നത്? അപ്പോൾ ഈ പരാതിയിൽ ഡോക്ടർ ഷാഹിദയുടെ പേര് പരാമർശിക്കുന്നില്ലേ? ജിൽസി, ഇന്നലെയാണ് ഈ ഉഷ ജോസഫിന്റെ കുടുംബം അമ്പലപ്പുഴ പോലീസിൽ കേസെടുത്തത്. ഇന്നലെ വൈകുന്നേരത്തോടെയാണ് അമ്പലപ്പുഴ പോലീസിൽ പരാതി നൽകിയത്. ആ പരാതിയിലാണ് കേസെടുത്തിരിക്കുന്നത്. ഇവർക്ക് ആകെ അറിയാവുന്ന പേര് ലളിതാംബികയുടേത് മാത്രമാണ്. കാരണം നമുക്ക് ഈ 2 ദിവസം മുമ്പ് ഈ സംഭവം നടന്ന് കഴിഞ്ഞ ദിവസം നമ്മൾ ഈ ഇവരുടെ പ്രതികരണം തേടിയ സമയത്ത് അവർ പറയുന്നു ലളിതാംബിക ഡോക്ടറെയാണ് തങ്ങൾ കാണിച്ചിരുന്നത്, അവരാണ് നമുക്ക് ഓപ്പറേഷനിൽ തീയതി കുറിച്ച് തന്നത്. അപ്പോൾ ലളിതാംബികയുടെ പേര് മാത്രമാണ് അവർക്കറിയാവുന്നത്. മറ്റ് ഷാഹിദയുടേതോ അല്ലെങ്കിൽ മറ്റ് ഡോക്ടേഴ്സിൻ്റെതോ പേരൊന്നും അവർക്ക് അറിയില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ പരാതി ലളിതാംബികയുടെ പേര് പ്രധാനമായും എഴുതി ചേർത്തത്. അങ്ങനെയാണ് ഈ ലളിതാംബികയ്ക്കെതിരെ കേസെടുത്തത്. ഇന്നലെ ഈ ഉഷ ജോസഫിന്റെ ഭർത്താവ് ജോസഫ് കുട്ടിയാണ് പരാതി നൽകിയത്. മാത്രമല്ല ആ ബന്ധു നമ്മളോട് സംസാരിച്ച ഇവരുടെ ഈ പുറത്താരോടും പറയരുത് എന്ന് ഡോക്ടർ പറഞ്ഞു എന്ന് നമ്മളോട് സംസാരിച്ച ബന്ധുവിൻ്റെയും കൂടി ജോയ്സി അവരുടെ കൂടി മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ലളിതാംബികയ്ക്കെതിരെ അമ്പലപ്പുഴ പോലീസ് കേസെടുത്തത്. ഭാരതീയ ന്യായ സംഹിത 125, 125A എന്നീ വകുപ്പുകൾ പ്രകാരമാണ് കേസെടുത്തത്. ഈ 125 എന്ന് പറയുന്ന വകുപ്പ് എന്ന് പറയുന്നത് മറ്റുള്ളവരുടെ ജീവന് ആപത്ത് വരുന്ന രീതിയിൽ അശ്രദ്ധമായി കൈകാര്യം ചെയ്യുന്ന അശ്രദ്ധമായ യന്ത്രങ്ങളോ മറ്റ് ഉപകരണങ്ങളോ കൈകാര്യം ചെയ്യുന്ന ഒരു വകുപ്പ് കൈകാര്യം ചെയ്തു എന്നൊരു വകുപ്പാണ് ഇവർക്കെതിരെ ചേർത്തിരിക്കുന്നത്. ഇത് പരിക്ക് മാത്രമാണെങ്കിൽ 6 മാസം പിഴയും 2500 രൂപ 6 മാസം തടവും 2500 രൂപ പിഴയുമാണ് ഇവർക്ക് ശിക്ഷ. അഥവാ ഗുരുതര പരിക്കാണെങ്കിൽ 10,000 രൂപ പിഴയും 3 വർഷം തടവും. ഇങ്ങനെയാണ് ഈ 125A, 125A എന്നീ വകുപ്പുകൾ പ്രകാരമുള്ള വകുപ്പുകളാണ് ഈ ലളിതാംബികയ്ക്കെതിരെ ചേർത്തിരിക്കുന്നത്. ഇന്നലെ രാത്രിയോടെയാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത്. ജിൽസി, യെസ് ഫൈസൽ, അങ്ങനെയാണെങ്കിൽ ഈ കേസും ഈ പരാതിയും ഇതേ രീതിയിൽ തന്നെ മുന്നോട്ട് പോകുമോ? അതായത് ഡോക്ടർ ഷാഹിദയാണ് ഇവിടെ നടത്തിയിരിക്കുന്നത് സർജറി എന്നുള്ള വിവരങ്ങളൊക്കെ വരുമ്പോൾ അതിനനുസരിച്ച് പരാതി മാറ്റി നൽകുകയും ഈ കേസുമായി ബന്ധപ്പെട്ട നടപടികളിൽ മാറ്റമുണ്ടാകാനുള്ള സാധ്യതയുമുണ്ടോ? തീർച്ചയായും ഇന്നലെ നമുക്ക് അറിയാം, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മളോട് ഇവർ പ്രതികരിക്കുന്നത്, അതായത് ഉഷ ജോസഫിന്റെ കുടുംബവും പ്രതികരിക്കുന്നത് ഇത് ലളിതാംബിക ഡോക്ടറെയാണ് തങ്ങൾ കാണിച്ചിരുന്നത്. തങ്ങൾ ഈ രോഗവുമായി ബന്ധപ്പെട്ട് തങ്ങൾ ഈ കാണിച്ചിരുന്നത് ലളിതാംബിക ഡോക്ടറെയാണ്. അപ്പോൾ ലളിതാംബിക ഡോക്ടർ പറയുന്നതാണെങ്കിൽ അവരല്ല ഈ ഓപ്പറേറ്റ് ചെയ്തതെന്ന് അവർ ഇന്നലെ തന്നെ വ്യക്തമാക്കിയിരുന്നു. 3 കിലോയോളം ഈ വലിപ്പമുള്ള ഒരു മുഴ, അതായത് അത്രയും വലിയൊരു മുഴയായിരുന്നു ഇവരുടെ വയറ്റിലുണ്ടായിരുന്നത്. അതെന്തായാലും താനല്ല ഓപ്പറേറ്റ് ചെയ്തത് എന്ന് അവർ പറയുന്നത് അവരുടെ യൂണിറ്റിലുള്ള ആരോ ആണ്. അതുകൊണ്ട് തന്നെയാണ് ഇന്നലെ സൂപ്രണ്ടിന്റെ വാർത്താ സമ്മേളനത്തിലാണ് അത് ആരാണ് ഓപ്പറേറ്റ് ചെയ്തത് എന്നുള്ള വ്യക്തമായ വിവരം വന്നത്. ഷാഹിദ എന്നൊരു ഡോക്ടറാണ് അത് ഓപ്പറേറ്റ് ചെയ്തത്. അവരിപ്പോൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഡോക്ടറാണ്. ഏതായാലും ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഷാഹിദയുടെ പേര് കൂടി പുറത്തു വന്ന സ്ഥിതിക്ക് പരാതിയിൽ മാറ്റം വരാനോ അല്ലെങ്കിൽ പരാതി മാറ്റി നൽകാനോ ഉള്ള സാധ്യതയും കൂടി തള്ളിക്കളയാനാവില്ല. അങ്ങനെയാണെങ്കിൽ ഒരു പുതിയ പരാതി നൽകി ഷാഹിദയെ കൂടി ഈ കേസിൽ പ്രതി ചേർക്കും എന്ന് തന്നെയാണ് ഇപ്പോൾ മനസ്സിലാകുന്നത്. ശരി, ഫൈസൽ അസീസാണ് വിവരങ്ങൾ നൽകിയത്.